അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും എപ്പോഴും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ആദാബുകളും ഭക്ഷണം കഴിക്കേണ്ട രൂപങ്ങളും അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് കൂടുതലും രോഗം വരാൻ കാരണം ഭക്ഷണത്തിനുണ്ടാകുന്ന അതല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു ശൈലി അത് സ്വീകരിക്കാതെ പോകുമ്പോഴാണ് ഒരുപാട് രോഗങ്ങൾക്ക് ഇന്ന് കാരണമാകുന്നത്. ഭക്ഷണത്തിലൂടെയാണല്ലോ ധാരാളം രോഗങ്ങൾ ഇന്ന് വരുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ പല തരങ്ങളിലുള്ള പല ഭക്ഷണങ്ങളും ഭക്ഷണ സമയങ്ങളും എന്തൊന്നില്ലാത്ത നിലക്കാണ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളൊക്കെ. അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് പറയുന്നത്, ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യണം. ബറക്കത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബറക്കത്തുണ്ടായാൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാനും എല്ലാത്തിലും അള്ളാഹു നമുക്ക് വലിയ സന്തോഷം നൽകും. അതാണ്, ഒരു ബറക്കത്തുണ്ടെങ്കിൽ രണ്ടാൾക്കുള്ള ഭക്ഷണം നാലാൾക്ക് ഭക്ഷിക്കാൻ പറ്റും. ബറക്കത്തില്ലെങ്കിൽ നാലാൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം രണ്ടാൾക്ക് പോലും തികയുകയില്ല. അങ്ങനെയാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ ബറക്കത്ത് എന്നുള്ളത് ഒരുപാട് നമുക്ക് നന്മയുണ്ടാകും. നമുക്കുണ്ടാകുന്ന സമ്പത്ത്, നമ്മുടെ മക്കള്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, അതിലൊക്കെ നമുക്ക് എപ്പോഴും ബറക്കത്തുണ്ടാവും. ഏതായാലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് നമുക്ക് ഭക്ഷണം കഴിക്കൽ അത്യാവശ്യമാണ്. ഈ ഭക്ഷണം കഴിച്ചാൽ പലപ്പോഴും ഭക്ഷണത്തിലൂടെ ധാരാളം രോഗങ്ങൾ വരാനും, ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് കാരണമായി പല രോഗങ്ങൾ വന്നുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ചില വിഷയങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഭക്ഷണത്തിനുണ്ടാകുന്ന അതിൻ്റെ ആ ദൂഷ്യഫലങ്ങൾ അത് പൂർണ്ണമായും നീങ്ങിപ്പോവാനും കഴിച്ച ഭക്ഷണത്തിന് നല്ല ബറക്കത്തുണ്ടാവാനും സന്തോഷമുണ്ടാവാനും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴുള്ള മര്യാദകൾ, പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കേണ്ടത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. കാരണം ഈ ഭക്ഷണം തന്നവൻ ആരാണ്? അള്ളാഹു അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ അള്ളാഹുവിനെ നമുക്ക് മറക്കാൻ കഴിയുമോ? നമുക്ക് നല്ല നിലക്ക് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ ഭക്ഷണം നമ്മുടെ പള്ളിയിലേക്ക് എത്തുകയാണ്, യാതൊരു തടസ്സവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ചെയ്ത നിഅമത്താണ്. നാം എല്ലാവരും ദിവസേന ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എത്ര പാവങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നടക്കുന്ന എത്ര പട്ടിണി പാവങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവർക്കൊക്കെയും അല്ലാഹു തആല നല്ല വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ. ഭക്ഷണത്തിൻ്റെ അതിൻ്റെ ആ വില നമുക്ക് മനസ്സിലാകുന്നില്ല, നാം മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇനി നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ പോലും പല രോഗങ്ങൾ വന്ന് അവരിങ്ങനെ മേൽപോട്ട് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. തൊള്ളയിലൂടെ ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല. അല്ലേ? തൊള്ളയിലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇറക്കാൻ കഴിയുന്നില്ല. ഒരുറ്റ് വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ശരീരത്തിൻ്റെ മറ്റുള്ള പല ഭാഗങ്ങളിലൂടെ ദ്വാരങ്ങൾ എടുത്തുകൊണ്ട് പല നിലക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല തന്ന തൊള്ളയിലൂടെ ഭക്ഷണം ഇറക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ഇതൊക്കെ ചിന്തിക്കണം നാം. അതേ സമയത്ത് നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. തന്ന ആരോഗ്യം അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നാം എപ്പോഴും ഓർക്കണം, ഈ ഭക്ഷണം തന്നവൻ അല്ലാഹുവാണ്. ഈ ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യം തന്നവൻ അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കണം, മനസ്സറിഞ്ഞോടെ സ്തുതിക്കണം.
അൽഹംദുലില്ലാ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങണം. കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. എല്ലാവരും പറയണം. നമ്മുടെ മക്കൾക്ക് ഇത് ശീലിപ്പിക്കണം, അവരോട് പറയിപ്പിക്കണം, അൽഹംദുലില്ലാ പറയൂ മോനെ എന്ന്. എന്നാൽ ആ അൽഹംദുലില്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂറത്തും കൂടി കഴിച്ച ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കാനും ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോയി അതിൻ്റെ നന്മയുണ്ടാവാനും നാം ഒരു സൂറത്ത് ഓതണം. ഏത് സൂറത്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. ഈ സൂറത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പതിവാക്കണം. അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഉടനെയും ഈ സൂറത്ത് ഓതണമെന്ന് പഠിപ്പിച്ച മഹാന്മാരുണ്ട്. അതുകൊണ്ട് ലീലാഫി ഖുറൈശ് എന്നുള്ള സൂറത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഓതൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഒരുപാട് നന്മ അതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും അള്ളാഹു ഏറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ വീഡിയോയിലൂടെ ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിൽ ദുആ ചെയ്യാൻ വേണ്ടി അറിയിക്കുന്നവരുണ്ട്. പല ആളുകളും പല വിഷമങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അർഹമുർ റഹീമീന റബ്ബേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. ടെൻഷനുകൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. സന്തോഷമുള്ള നല്ല ജീവിതം നൽകി ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.